എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വീണ്ടും വെല്ലുവിളിച്ച തോമസ് ഐസക്. വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ മൂക്കിൽ കയറ്റി കളയുമോ എന്ന് തോമസ് ഐസക്കിന്റെ പരിഹാസം. ഇഡി നടപടികളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെല്ലുവിളി നടത്തുകയാണെന്ന് ഇഡി നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. മസാല ബോർഡ് കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ സമൻസ് വീണ്ടും കിട്ടിയതിനോട് പ്രതികരിക്കുകയായിരുന്നു തോമസ് ഐസക്. ഇത്തവണത്തേത് ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള അന്ത്യശാസന സമൻസാണെന്ന് പ്രതികരിച്ച തോമസ് ഐസക് ഇഡി വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ മൂക്കിൽ കയറ്റിക്കളയുമോ എന്ന് പരിഹസിച്ചു. ഇഡിക്ക് ഭീഷണിയുടെ സ്വരമാണ്. ഇത് കേരളമാണെന്ന് ഇഡി ഓർക്കണമെന്നും ഐസക്കിന്റെ വെല്ലുവിളി. എന്റെ തോന്നല് എന്തുവാ, അന്ന് ചെന്നില്ലെങ്കിൽ മൂക്കിപ്പൊടിയാകും. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയാൽ എന്താ? ഇവിടെ ആർക്കും ഇഡി പേടിയൊന്നുമില്ല കേട്ടാ. അത് വടക്കേന്ത്യയിലൊക്കെ പോയിട്ട് വല്ലതും നോക്കിയേച്ചാൽ മതി. രാഷ്ട്രീയ പ്രേരിതമാണ് ഇഡി നടപടിയെന്നാണ് ഐസക്കിന്റെ വാദം. കോടതിയിൽ നിന്നും സംരക്ഷണം തേടും. കോടതി 21-ാം തീയതി വരെ ഇത് പരിഗണനക്ക് മാറ്റിവെച്ചിരിക്കില്ലേ? അപ്പൊ എന്തിനാ ഈ 2-ാം തീയതി ഇപ്പൊ സ്പെഷ്യലായിട്ട്? ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയുള്ളതാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അല്ലെങ്കിൽ 2 വർഷമായിട്ട് ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇപ്പം ഇത്ര വലിയ ധൃതി എന്താന്നിരിക്കുന്നത്? അതെ, 2-ാം തീയതി ഹാജരാകുന്നതിന് അവസാന ചാൻസ് വന്നിരിക്കുക. അതെനിക്കറിഞ്ഞൂടാ എന്താ അതിൻ്റെ അർത്ഥം എന്നുള്ളത്. ചെറിയൊരു ഭീഷണിയുണ്ടോ സംശയം. ഇഡി നടപടികളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുൻപിൽ കോടതിയെയും അധികാരികളെയും വെല്ലുവിളിക്കുകയാണെന്നും അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കണമെന്നുമായിരുന്നു ഇഡി നേരത്തെ കോടതിയെ അറിയിച്ചത്. ജനം, പത്തനംതിട്ട.